എങ്ങനെയുണ്ട്? കഫ്താൻ കൊള്ളാവോ? നമുക്കിന്ന് ഒരു കഫ്താൻ്റെ വീഡിയോ ഇട്ടാലോ? ചെയ്യാം നമുക്ക്. ഹായ്, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു കഫ്താനാണ്. അപ്പോൾ ഇത് കഫ്താൻ എങ്ങനെ ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. അതായത് ഈ കഫ്താൻ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ഫിഗറാണ് കേട്ടോ. ഇതാണ് ഇതിനകത്ത് കണ്ടോ, പൂക്കളൊക്കെ ഉണ്ട്. നമുക്ക് മീഡിയം സൈസിലുള്ള കഫ്താനാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്രയും വിത്തൊന്നും വേണ്ട. നമ്മുടെ കൈയല്ല ഇങ്ങനെ കിടക്കും, വേണ്ട. അപ്പം നമ്മൾ എപ്പോഴും കഫ്താൻ്റെ ഒരു ഭാഗത്ത് നിന്ന് 8 ഇഞ്ച് 8-9 ഇഞ്ച് നമ്മളിത് കട്ട് ചെയ്ത് സൈഡിൽ നിന്ന് മാറ്റിയിട്ട് വേണം നമ്മൾ കഫ്താൻ ചെയ്യാൻ. അപ്പോൾ ഇത് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്കിങ്ങനെ 8 ഇഞ്ച് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് കഫ്താൻ എങ്ങനെ കട്ട് ചെയ്യാം എന്നുള്ളത് ഞാൻ കാണിക്കാം. ഓക്കെ, നമുക്കിതേ 4ആയിട്ട് മടക്കിയെടുക്കാം കേട്ടോ. അതായത് 2 സൈഡും ഇങ്ങനെ വെച്ചിട്ട് പിന്നെ അത് ഒന്നുകൂടി മടക്കിയിട്ട്, കാരണം നമ്മൾ അരികത്തെ 8 ഇഞ്ച് വെട്ടിക്കളയണമെന്ന് പറഞ്ഞില്ലായിരുന്നോ? അപ്പോൾ നമുക്കിങ്ങനെ 4ആയിട്ട് മടക്കി ഇങ്ങനെ നിവർത്തിയിടുക. എന്നിട്ട് 4 സൈഡും ഒരേപോലെ തന്നെയാണെന്ന് നോക്കുക. കയറിയും ഇറക്കും ഒന്നും ഉണ്ടാവാതെ നോക്കിയിട്ട് 8 ഇഞ്ച് അങ്ങോട്ട് വെട്ടിക്കളയുക. 8 ഇഞ്ച് ഞാൻ ഈ വെട്ടുകയെന്ന് വെച്ചാൽ 8 ഇഞ്ച് ഉണ്ട്, നമുക്കറിയാവുന്നതുകൊണ്ട് നമ്മൾ അങ്ങനെ അങ്ങ് വെട്ടുവാണ് കേട്ടോ. 8 ഇഞ്ച് വെട്ടിക്കളയാം. ഓക്കെ, നമ്മൾ 8 ഇഞ്ച് നമ്മൾ മാറ്റിയിട്ടുണ്ട് കേട്ടോ. കഫ്താൻ മാറ്റിയിട്ടുണ്ട് കേട്ടോ. 8ഓ 7ഓ. അപ്പം നമ്മുടെ പിന്നെ നമുക്ക് വീതി വളരെ കുറവാണ്, ഇത്രയും വീതിയുള്ളൂ. ഇനി നമുക്കിത് 2ആയിട്ട് മറിച്ചിടാം. ഷോൾഡർ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. 2ആയിട്ട് ടേബിളിൽ പിടിച്ച് കഴിഞ്ഞു. ലെങ്ത്ത് വരുന്നത് 46 കേട്ടോ. 46 ലെങ്ത്ത് നമുക്ക് അടയാളപ്പെടുത്താം. നെക്ക് വിത്ത് 2.5 ലെങ്ത്ത് 6.5 എടുക്കാം. 6 എടുക്കാം. വരച്ചു എന്ത് ലെങ്ത്ത് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. പിന്നെ മീഡിയം സൈസാണ് ഷോൾഡർ വന്നിട്ട് എത്രയാണ്? 7.5 7.5 എടുക്കാം കേട്ടോ ഷോൾഡർ. പിന്നെ ആംഹോൾ എത്രയാണ്? 7 എടുക്കാം പോലെ, 7-8 എടുക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ ആംഹോൾ. വണ്ണം എത്ര എടുക്കാം? 9.5. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ വണ്ണം വരുന്നത് കേട്ടോ. അപ്പോൾ ഈ വണ്ണം നമ്മൾ നല്ല വശത്ത് അടയാളപ്പെടുത്തി കൊടുക്കുക. കാരണം നല്ല വശത്താണ് കേട്ടോ. ഇതാണ് നമ്മുടെ വണ്ണം. ഇവിടെ അടയാളപ്പെടുത്തി സെയിം നല്ല ഭാഗത്തെ നമുക്കിതിങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കാം. കാരണം വണ്ണം വരുന്നത് നല്ല ഭാഗത്താണ് സ്റ്റിച്ച് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ നല്ല ഭാഗത്ത് കറക്റ്റ് പൊസിഷനിൽ വെച്ചിട്ട് നമ്മുടെ കേട്ടോ ഇവിടെ നിന്നാണ് നമ്മുടെ സ്റ്റിച്ചിങ്ങനെ തയ്ച്ച് വരുന്നത്. അടയാളപ്പെടുത്തി കൊടുത്തു കേട്ടോ. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണ്? കെട്ട് വരണം അല്ലേ? കെട്ട് എത്രയാ? കെട്ടുന്നത് യോക്ക് ലെങ്ത്ത്. യോക്ക് ലെങ്ത്തിൻ്റെ അവിടെയാണ് കെട്ട് വരുന്നത്. കെട്ട് വരുന്നത് 14 ഇഞ്ചാണ്. അപ്പോൾ ഞാനിവിടെ 14 അടയാളപ്പെടുത്തി, ഇവിടെ 14 അടയാളപ്പെടുത്തി കേട്ടോ. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ടേപ്പ് സ്കെയിൽ എടുക്കുക, വരക്കുക. എന്തിനാ വരയ്ക്കണമെന്ന് വെച്ചാൽ, നമ്മുടെ വണ്ണം ഇവിടെയാണ് കെട്ട് വരുന്നത്. കെട്ട് ഇവിടെയാണ് നമ്മുടെ കെട്ടാനുള്ള സംഭവം അടിക്കേണ്ടത് ഇവിടെ നിന്നാണ്. അപ്പോൾ ഒരു ഇത് വേണ്ടേ അടിക്കേണ്ടത്? അതെ, ഇവിടെയും അടയാളപ്പെടുത്തി കൊടുത്തു, ഇവിടെയും അടയാളപ്പെടുത്തി കൊടുത്തു. അപ്പോൾ ഞാനിപ്പോൾ ഇത് എന്ത് ചെയ്തു? ഇവിടെ അടയാളപ്പെടുത്തിയില്ലേ? സെയിം തന്നെ നമ്മളിവിടെ അടയാളപ്പെടുത്തി കൊടുത്തു. സെയിം തന്നെ ഇവിടെ നമ്മൾ അടയാളപ്പെടുത്തി കൊടുത്തു. നമുക്ക് നെക്ക് വെട്ടിക്കളയാം കേട്ടോ. നമ്മൾ നെക്ക് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വീനക്കാണ്. വീനക്ക് ഷോൾഡർ കട്ടില്ലാത്ത വന്നിട്ട് തന്നെ വളരെ ശ്രദ്ധിച്ച് ബാക്ക് പീസ് കട്ടാവാതെ തന്നെ നമ്മളത് ശ്രദ്ധിച്ച് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള മെഷർമെൻറ്റ്സ് എല്ലാം അളക്കാം. കാരണം ഓൾറെഡി നമ്മൾ മെഷർമെൻറ്റ്സ് എല്ലാം അളന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ചെയ്യേണ്ടത്, നമ്മളിപ്പോൾ യോക്ക് ലെങ്ത്ത് നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ യോക്ക് ലെങ്ത്തിൻ്റെ അവിടെ അടയാളപ്പെടുത്തിയിരിക്കണം അവിടെയെല്ലാം നമ്മളിങ്ങനെ വരച്ച് കൊടുക്കുക നീളത്തിൽ. എന്തിനാന്ന് വെച്ചാൽ നമുക്ക് കെട്ടിടാൻ വേണ്ടിയിട്ട് അവിടെ പട്ട പിടിപ്പിക്കേണ്ടതാണ്. എന്നാലും നമുക്ക് അതിൻ്റെ ഉള്ളിൽ കൂടി നമുക്ക് നാട ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ ആ അളവ് നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ തന്നെ മറിച്ച് നമ്മളിങ്ങനെ തന്നെ വരച്ചു കൊടുക്കാം. അപ്പോൾ എപ്പോഴും ചീത്തവശത്താണ് നമ്മൾ അടയാളപ്പെടുത്തുന്നത്. അങ്ങനെ തന്നെയാണ് കഫ്താനും ചെയ്യേണ്ടത്. ആകെ നല്ല വശത്ത് അടയാളപ്പെടുത്തുന്നത് നമ്മൾ ആം ഹോളിൻ്റെ വണ്ണം മാത്രമേ ഉള്ളൂ നമ്മൾ നല്ല വശത്ത് അടയാളപ്പെടുത്തുള്ളൂ. കാരണം നല്ല വശത്താണ് നമ്മൾ
ഈ പറഞ്ഞ കൂട്ട് സ്റ്റിച്ച് വരുന്നത്. നമ്മൾ അവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്യുമ്പോൾ താഴത്തേക്ക് ചരിച്ച് വേണം സ്റ്റിച്ച് ചെയ്യാൻ, പ്രത്യേകിച്ച് അളവൊന്നുമില്ല. പിന്നെ താഴത്ത് എൻഡി ചെല്ലുമ്പോഴത്തേക്കും ഒരു 10 ഇഞ്ച് മേളിലേക്ക് സ്ലിറ്റ് ഇടുന്ന പോലെ അവിടെ നിർത്തണം കഫ്താന്. സൈഡിലൊരു വെട്ട് പോലെ ഉണ്ടാവും, അല്ലെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ നമുക്ക് തട്ടും നടക്കുമ്പോൾ. അപ്പോൾ ഇങ്ങനെ ചരിച്ച് നമ്മളിങ്ങനെ ഒരു വരച്ച് കൊടുത്തിട്ട് അവിടെ ഒരു നോട്ടിട്ട് കൊടുക്കണം. നോട്ടിട്ട് കൊടുത്തിട്ട് ആ നോട്ട് വരെ നമ്മൾ കുത്തി നിർത്തിയിട്ട് അവിടെ കെട്ടിടണം. ചെറിയൊരു സ്ലിറ്റ് താഴെ ഉണ്ടാവും, ഒരു ഓപ്പണിങ്സ് ഉണ്ടാവും. കാരണം ആ ഓപ്പണിങ്സ് നമുക്കില്ലെങ്കിൽ നമ്മുടെ കഫ്താൻ്റെ ലെങ്ത് അനുസരിച്ച് നമ്മൾ നടക്കുമ്പോൾ തട്ടി വീഴാനൊക്കെ ചാൻസ് ഉണ്ട്. ഇപ്പോൾ പ്രഗ്നൻറ്റ് ലേഡീസൊക്കെ ആണെങ്കിൽ അവർക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സാണ് കഫ്താൻ എന്ന് പറയുന്നത്. ലൂസും ആണ്, വയറ് വരുന്നതനുസരിച്ചിട്ട് ഇത് നമുക്ക് ടൈറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ കഫ്താൻ്റെ ഏകദേശം അളവെല്ലാം നമ്മൾ വരച്ച് കഴിഞ്ഞിട്ടോ. ഇനി നമ്മൾ ചെയ്യാനുള്ളത് നമ്മുടെ എന്താ പറയുക, യോക്കിൻ്റെ ബാക്കിൽ പിടിപ്പിക്കാനുള്ള പീസ് കട്ട് ചെയ്തെടുക്കണം, അതിലിടാൻ നാട കട്ട് ചെയ്തെടുക്കണം, പിന്നെ അതുപോലെ നെക്കിൽ പിടിപ്പിക്കാനുള്ള ക്രോസ് പീസും വെട്ടിയെടുക്കണം. അത്രയേ ഉള്ളൂ ഇതിൻ്റെ പരിപാടി എന്ന് വെച്ചാൽ. ബാക്കിയെല്ലാം വളരെ സിമ്പിളായിട്ട് തന്നെ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. അപ്പം നമ്മൾ ആ ബാക്കി വെട്ടി മാറ്റിയില്ലേ 8 ഇഞ്ചിൻ്റെ പീസ്, അതിൽ നിന്നാണ് നമ്മളീ പറഞ്ഞ നാടയും ബാക്കിൽ പിടിപ്പിക്കാനുള്ള പീസും നമ്മൾ വെട്ടിയെടുക്കേണ്ടത്. അപ്പോൾ അത് 1 ഇഞ്ചിൻ്റെ വീതിക്ക് നമുക്ക് വെട്ടിയെടുക്കാം. പിന്നെ അതുപോലെ തന്നെ 1 ഇഞ്ചിൻ്റെ വീതിക്ക് തന്നെ 2 പീസും കെട്ടാനുള്ള വള്ളി പിടിപ്പിക്കാനുള്ള പീസ് നമുക്ക് വെട്ടിയെടുക്കാം കേട്ടോ. അതുകൂടി കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു കഫ്താൻ്റെ പരിപാടി കഴിഞ്ഞു. വളരെ സിമ്പിളാണ് കേട്ടോ ചെയ്യാനായിട്ട്. എനിക്കതിന് ഏറ്റവും എളുപ്പമാണ് കഫ്താൻ തയ്ക്കാനും വെട്ടാനും. പക്ഷേ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. കാര്യം നമ്മുടെ കെട്ടിൻ്റെ 2 സൈഡും ഒപ്പം വേണം. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഇത്. അപ്പോൾ നമ്മളത് തയ്ക്കുമ്പോഴത്തേക്കും ഇത് കറക്റ്റായിട്ട് വെച്ചാൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ കട്ടിങ് വീഡിയോ ആണ് കേട്ടോ. സ്റ്റിച്ചിങ് വീഡിയോ നാളെ ഇടാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്